കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വേരിയബിൾസ് അതുപോലെ തന്നെ കൺസ്ട്രക്ട്സ്, അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വേരിയബിൾസ് പ്രധാനമായും 3 കൈൻഡ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. കുറേ കൈൻഡ് ഓഫ് വേരിയബിൾസ് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഒരു SOR മോഡൽ, സ്റ്റിമുലസ് വേരിയബിൾസ്, അതേപോലെ തന്നെ ഓർഗാനിസം വേരിയബിൾ, റെസ്പോൺസ് വേരിയബിൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ ലാസ്റ്റിലാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ട് എന്താണ് കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ സൈക്കോളജിയിൽ വരുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും കോഗ്നിഷനെ കുറിച്ചും മറ്റുമൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ, അത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സൈക്കോളജിയിലുള്ള ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളാണ് കൺസ്ട്രക്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ലാസ്റ്റിലൊരു ചെറിയ കാര്യമാണ് നമ്മൾ പറയാൻ വിട്ടുവരുന്നത്, ഇന്റർവീനിങ് വേരിയബിൾസ്, അതേപോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ്. ഇന്റർവീനിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇത് ആർ ലൈക്ക് മിഡിൽമെൻ ഇൻ സൈക്കോളജി. They are used to summarize or group other things together, but they don't have meaning on their own. ഒരു ഉദാഹരണം പറയാം. ഇപ്പോ രണ്ട് കൂട്ടുകാരുണ്ടെന്ന് വിചാരിക്കാം, ബോബ് ആൻഡ് ആലീസ്. ബോബ് എപ്പോഴും അഗ്രസീവായിട്ട് പെരുമാറുന്ന ഒരാളാണ്. ആലീസ് കുറച്ചൊരു ഹോസ്റ്റൈലായിട്ട് ഉള്ളൊരു വ്യക്തിയാണ്. When we use the term hostility as an intervening variable to describe their behavior, hostility doesn't mean anything by itself. It's just a way to talk about the aggressive actions of Bob and Alice. അതാണ് പറഞ്ഞത്, ഇതൊരു കൈൻഡ് ഓഫ് മിഡിൽ മാൻ. ഇതിന് സ്വന്തമായിട്ടൊരു മീനിങ് നമ്മൾക്ക് പറയാൻ കഴിയൂല. വൈൽ വേറൊന്നിന്റെ കൂടെ വരുമ്പോഴായിരിക്കും ഇതിന് നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു മീനിങ് നമുക്ക് റിപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ദേ ആർ യൂസ്ഡ് ടു സമ്മറൈസ് ഓർ ഗ്രൂപ്പ് അതർ തിങ്സ് ടുഗദർ. ദേ ഡോണ്ട് ഹാവ് മീനിങ് ഓൺ ദെയർ ഓൺ. അതേസമയം നമുക്ക് ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ് ഉണ്ട്. അത് കുറച്ചുകൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടേംസ് ആണ്. ദേ ഡിസ്ക്രൈബ് സംതിങ് റിയൽ ഓർ ഒബ്സർവബിൾ. നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന റിയൽ ആയിട്ടൊരു സാധനത്തെ ആയിരിക്കും ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാകുക. They represent ideas that we measure or see in some way. They are more concrete compared to the intervening variables. Intervening compare ചെയ്യുന്ന സമയത്ത് ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആണ്. അത് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഉദാഹരണം, നമ്മളൊരു ഇന്റലിജൻസ് എന്നൊരു ഐഡിയ ഷെയർ ചെയ്യുകയാണെങ്കിൽ, when we say someone is intelligent, we are using a hypothetical construct. It's a way to describe their ability to learn and solve problems. We can measure intelligence through IQ test. Intelligence എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ട്. അതാണ് സംഗതി. അത്രയേ ഉള്ളൂ. കൺസ്ട്രക്റ്റിന്റെ ഒരു ചെറിയ പോർഷൻ ആയിരുന്നു നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് യൂണിറ്റ് ഞാനിത് ലാസ്റ്റിലോട്ട് വെക്കാൻ തന്നെ കാരണം നിങ്ങൾക്ക് കുറച്ച് പുതിയ ടേംസും കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരും. നിങ്ങളിപ്പോൾ ഇത്ര ദിവസം റിസർച്ചുമായി ബന്ധപ്പെട്ട് കേട്ടതല്ലാത്ത വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരാനുണ്ട്. ഓക്കെ, വൈൽ വി ആർ ഗോയിങ് ടു ദ ടൈംസ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് റിലയബിലിറ്റി, പിന്നെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം, ഹൗ ടു എസ്റ്റിമേറ്റ് ദ റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ്, ആ ഒരു പോർഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ വരും. റിലയബിലിറ്റി, വാലിഡിറ്റി ഒരു റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2 ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളാണ്. നമ്മളുടെ പഠനം റിലയബിൾ ആകുക, വാലിഡ് ആവുക എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2 ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളാണെന്ന് നമുക്ക് പറയാം. എന്താണ് റിലയബിലിറ്റി? റിലയബിലിറ്റി ഒരു റിസർച്ചിന്റെ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ കൺസിസ്റ്റൻസി ആൻഡ് റിപ്പീറ്റബിലിറ്റി ഓഫ് മെഷർമെന്റ്. നമ്മൾക്ക് കിട്ടുന്ന മെഷർമെന്റിന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു റിപ്പീറ്റബിലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയാം? മെയിനായിട്ട് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഓഫ് മെഷർമെന്റ്. നമ്മൾ ഒരേ ടെസ്റ്റ് ഒരേ ടീമിന് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ സിറ്റുവേഷൻസിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് ദ സെയിം റിസൾട്ട്, വി ക്യാൻ സേ ദാറ്റ് ദ ടെസ്റ്റ് ഈസ് റിലയബിൾ. അതാണ് റിസർച്ചിന്റെ ഭാഷയിൽ റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിസൾട്ട് കൺസിസ്റ്റന്റ് ആകുക, മെഷർമെന്റ് കൺസിസ്റ്റന്റ് ആകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. It means that when you conduct the same experiment under the same conditions, other researchers should achieve the same result. Same conditions-ൽ നമ്മൾ സെയിം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള റിസർച്ചേഴ്സിനും
സെയിം ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് റിലയബിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. റിലയബിലിറ്റി ക്രൂഷ്യൽ ആണെന്നുള്ളൊരു കാരണം മറ്റുള്ള റിസർച്ചേഴ്സിന് നമ്മളുടെ ഫൈൻഡിങ്സിനെ, നമ്മളുടെ എക്സ്പെരിമെന്റിനെ, നമ്മളുടെ റിസർച്ചിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Reliability in measurement. Reliability instruments measure consistently under the same conditions with the same samples. If a test consistently yields same result when administered multiple times, it is considered reliable. ഒരു ടെസ്റ്റ് എപ്പോഴാണ് നമുക്ക് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുക? നമ്മൾ ഈ ടെസ്റ്റിനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ, മൾട്ടിപ്പിൾ ടൈംസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, and it is yielding the same result, consistently yielding the same or similar result, then it is considered as reliable. അതാണ് ഒരു ടെസ്റ്റ് റിലയബിൾ ആകുക എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസിൽ അതിനെ കണ്ടക്ട് ചെയ്യുമ്പോഴും we are getting, or the test is giving us the same or similar result. അതിനാണ് നമ്മൾ ഒരു ടെസ്റ്റ് റിലയബിൾ ആകുക, അപ്പോഴാണ് നമ്മളൊരു ടെസ്റ്റ് റിലയബിൾ ആണെന്നൊക്കെ പറയുന്നത്. ഒരു 3 ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ അനസ്റ്റാസി, നിങ്ങളുടെ ഇഗ്നോന്റെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ ആണ്. 1957 ഒരു പറഞ്ഞൊരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. റിലയബിലിറ്റി pertains to the consistency of scores obtained by an individual on different occasions or with different sets of equivalent items. ഒരേപോലുള്ള ഐറ്റംസിലെ ഡിഫറെന്റ് ഒക്കേഷൻസിൽ ഒരു ഇൻഡിവിജ്വലിന്റെ സ്കോറിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് എന്ത് പറയാം? റിലയബിലിറ്റി എന്ന് വിളിക്കാം. റിലയബിലിറ്റി pertains to the consistency of scores obtained by an individual on different occasions. ഡിഫറെന്റ് ആയിട്ടുള്ള ഒക്കേഷൻസിൽ ഒരു ഇൻഡിവിജ്വലിന്റെ സ്കോറിൽ കൺസിസ്റ്റൻസി വരുന്നുണ്ടെങ്കിൽ, ഒരു സിമിലാരിറ്റി വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അതിനെ റിലയബിലിറ്റി എന്ന് വിളിക്കാം. സ്റ്റുഡോള അതേപോലെ തന്നെ സ്റ്റോർഡാൽ അവരുടെ ഡെഫിനേഷനാണ് അടുത്തതായിട്ട് പറയുന്നത്. റിലയബിലിറ്റി ആസ് ദ കോറിലേഷൻ ബിറ്റ്വീൻ 2 or more sets of scores from equivalent tests taken by the same group of individuals. സിമ്പിളാണ്. റിലയബിലിറ്റി ഇസ് ദ, ഇവർ കുറച്ചുകൂടെ വേറെ രീതിയിലാണ്. കോറിലേഷൻ ബിറ്റ്വീൻ 2 or more sets of scores from equivalent tests taken by the same group of individuals. ഒരേ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരേ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന സ്കോർ ഉണ്ട്, അതിലുള്ള കോറിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലയബിലിറ്റി എന്ന് വിളിക്കുന്നതെന്നാണ് സ്റ്റുഡോളയും സ്റ്റോർഡാലും അവരുടെ ഡെഫിനേഷനിൽ പറഞ്ഞത്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് റിലയബിലിറ്റി എങ്ങനെ വിളിക്കാം? റിലയബിലിറ്റി ഇൻ റിസർച്ച് focuses on the consistency and repeatability of measurements, ensuring that an instrument yields similar result when used under the same conditions. ഒരേ കണ്ടീഷനിൽ നമ്മൾ ഒരു ടെസ്റ്റ് വീണ്ടും കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ we should get the same result. അതാണ് റിസൾട്ടിൽ കൺസിസ്റ്റൻസി ഉണ്ടാകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്കോറിൽ, മെഷർമെന്റിൽ കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളതാണ് റിലയബിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ വാലിഡിറ്റി കൂടെ എന്താണെന്ന് പറയാം. വാലിഡിറ്റി സൈക്കോളജിക്കൽ ടെസ്റ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സൈക്കോളജിക്കൽ ടെസ്റ്റുകളിൽ വാലിഡിറ്റി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ് assesses the extent to which a test accurately measures what it claims to measure. വളരെ സിമ്പിളാണ്. ഒരു ടെസ്റ്റ് കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, ഇറ്റ് ഷുഡ് അക്യുറേറ്റ്ലി മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. എന്താണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കണം ആ ഒരു ടെസ്റ്റ് മെഷർ ചെയ്യേണ്ടത്. അത് തന്നെയാണോ ആ ടെസ്റ്റ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കത് വാലിഡ് ആണോ വാലിഡ് അല്ലേ എന്നുള്ള വിവരം പറയാൻ പറ്റും. സിമ്പിളാണ്, കോൺസെപ്റ്റ് സിമ്പിളാണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ extent to which a test accurately measures what it claims to measure. സൈക്കോളജിയിൽ ഒരുപാട് കൈൻഡ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ, നമ്മളൊരു ലീഡർഷിപ്പ് എബിലിറ്റിയെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ടെസ്റ്റ് നമ്മൾ അതിനിടയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് മെഷർ ദ എബിലിറ്റി ഓഫ് ദ ലീഡർഷിപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മൾ ആരിലാണോ കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ ലീഡർഷിപ്പ് എബിലിറ്റി തന്നെ എക്സസ് ചെയ്യണം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് കാര്യമില്ല.
ഒരു ടെസ്റ്റ്, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് വാലിഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റിയപ്പോൾ മാത്രമാണ് ഇഫ് ഇറ്റ് ഈസ് മെഷറിങ് വാട്ട് എക്സാക്ട്ലി ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. അതെന്താണോ മെഷർ ചെയ്യുമെന്ന് പറഞ്ഞത് അത് തന്നെയാണ് അത് മെഷർ ചെയ്യുന്നതെന്ന് ഉറപ്പുണ്ടായാൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ടെസ്റ്റ് വാലിഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് അസസസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ ടെസ്റ്റ് അക്യുറേറ്റ്ലി മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. Validity ensures the psychological test accurately measures what it claims to measure. For example, personality test during their hiring process to assess candidates' leadership abilities. The test claims to measure leadership skills. In this case, is the candidate's leadership, in this case, the candidate's leadership abilities. If the test has a high validity, it provides valuable insights in the candidate's potential to excel in a leadership position within the company. അപ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ ലീഡർഷിപ്പ് എബിലിറ്റീസ് കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നതെങ്കിൽ ആ ടെസ്റ്റ് ഹൈ വാലിഡ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? It gives valuable insights to the candidate's potential to excel in the leadership position within the company. ആ കമ്പനിയിൽ ഒരാളെ നമുക്ക് ലീഡർ ആക്കാൻ പറ്റൂല എന്ന് വരെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. കാരണം നമ്മളുടെ ടെസ്റ്റ് ഹൈ വാലിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിസൾട്ട് ഷുഡ് ബി വെരി ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ വെരി ഡിപ്പെൻഡബിൾ. അത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് വാലിഡിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിൽ കീപ്പ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. The test should measure what it claims to measure. The test should measure what it claims to measure. എന്താണോ മെഷർ ചെയ്യാൻ എന്ന് പറഞ്ഞത് അത് തന്നെയായിരിക്കണം നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടും. എന്തിനാണോ അളക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കണം അളക്കപ്പെടുന്ന കാര്യം. അതാണ് വാലിഡ് ആവാന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം. വാട്ട് ഈസ് മീൻ ബൈ റിലയബിലിറ്റി? റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ കൺസിസ്റ്റൻസി ഇൻ ദ മെഷർമെന്റ്. നമ്മൾക്ക് കിട്ടുന്ന ഉത്തരങ്ങളിലുള്ള കൺസിസ്റ്റൻസി, അതിലുള്ള ആ ഒരു പൊരുത്തം, അതാണ് സിമിലാരിറ്റി. അതിനാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുക. റിലയബിലിറ്റി നമ്മളൊരു ടെസ്റ്റ് സെയിം കണ്ടീഷൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് yield the similar result. കൺസിസ്റ്റൻസി വേണം, മെഷർമെന്റിൽ കൺസിസ്റ്റൻസി വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അതിനെ എന്ത് വിളിക്കാം? റിലയബിൾ എന്ന് വിളിക്കാം. If a test measures what exactly it claims to measure, we can say it's valid. ഹൈ വാലിഡ് ആണെങ്കിൽ ആ മെഷർമെന്റ് എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡെഫിനിഷന്, ടെസ്റ്റ് ഈസ് വാലിഡ് വെൻ ദ ഇൻഫറൻസസ് ഡ്രോൺ from it are appropriate, meaningful and useful. In other words, the result of the test should have practical and relevant implications. നമ്മളൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി മീനിങ്ഫുൾ, ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ്, ഇറ്റ് ഷുഡ് ഹാവ് സം പ്രാക്ടിക്കൽ ആൻഡ് റെലവൻറ്റ് ഇംപ്ലിക്കേഷൻസ്. നമ്മളൊരു ലീഡർഷിപ്പ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ ലീഡർഷിപ്പ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് നമ്മൾക്ക് നമ്മളുടെ കമ്പനിയിലെ എംപ്ലോയീസിന്റെ ഹെഡായിട്ട് ആരെ നിയമിക്കാം എന്നുള്ളത് പറയാൻ കഴിയണം. നമ്മളുടെ ടെസ്റ്റ് ആ രീതിയിൽ വാലിഡ് ആയിരിക്കണം, ഹൈ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഹൈ വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിലേ ചെയ്ത് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങും മറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷന്റെ ഒരു ഉദ്ദേശം. ദ ടെസ്റ്റ് ഈസ് വാലിഡ് വെൻ ദ ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് നമ്മൾ കുറെ അനുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഒരു അനുമാനങ്ങൾ എടുത്തതൊക്കെ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി മീനിങ്ഫുൾ, അപ്രോപ്രിയേറ്റ് ആൻഡ് യൂസ്ഫുൾ. ആൻഡ് ആ എടുത്ത സാധനത്തിന് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. പിന്നെ ക്രോൺബാക്കിന്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, ക്രോൺബാക്ക് emphasized the validity is determined by how well a test measures what it is supposed to measure. എന്താണോ ഒരു ടെസ്റ്റ് മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് എത്ര വൃത്തിയായിട്ട്, എത്ര അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാലിഡിറ്റി എന്ന് വിളിക്കുക എന്നാണ് ക്രോൺബാക്ക് 1951 ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞത്. ഇൻ എസെൻസ്, a valid test accurately captures the intended trait or characteristic.
ഒരു നല്ല വാലിഡ് ടെസ്റ്റ് കൃത്യമായിട്ടും ക്യാപ്ചർ ചെയ്യണം ദ ഇന്റൻറ്റഡ് ട്രേറ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു മനുഷ്യന്റെ നമ്മളുടെ ഇൻട്രോവേർഷനും എക്സ്ട്രാവേർഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് അക്യുറേറ്റ്ലി ക്യാപ്ചർ ഇറ്റ്. കൃത്യമായിട്ട് അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. എന്താണോ അളക്കാൻ ഉദ്ദേശിച്ചത് അതിനെ കൃത്യമായിട്ട് അളക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ടെസ്റ്റ്. If it is like that, we can say that the test is highly valid. Okay. ചുരുക്കി പറയുകയാണെങ്കിൽ validity is essential in psychological testing because it ensures that the test accurately and meaningfully measures what it is designed to assess. And this is typically established through comparisons with independent ideal criteria. വളരെ കൃത്യമാണ്. നമ്മളൊരു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് അതിൽ വാലിഡിറ്റി എത്രത്തോളം നിർബന്ധമാണെന്നുള്ളത് നമുക്ക് പറയാൻ കാരണം എന്താ, നമ്മളൊരു ടെസ്റ്റ് ഒരു ഉദ്ദേശത്തിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസിലൊക്കെ, പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് മീനിങ് ഫുള്ളി ആ മെഷേഴ്സ് ഒക്കെ കിട്ടുന്നെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ടെസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. അതർവൈസ് ഇറ്റ് വോണ്ട് ബി ഗിവിങ് us എനി ബെനിഫിറ്റ്സ്. അതാണ് ഒരു ടെസ്റ്റ് വാലിഡ് ആവാന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെ റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാം, അതിൻ്റെ കുറച്ച് മെത്തേഡുകൾ നോക്കിയിട്ട് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് ഒരു മെത്തേഡാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ആ വാക്കിൽ തന്നെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് വരുന്നുണ്ട്. എന്തായിരിക്കും? ടെസ്റ്റ് ചെയ്യുക, റീടെസ്റ്റ് ചെയ്യുക, വീണ്ടും ടെസ്റ്റ് ചെയ്യുക, അല്ലേ? നമുക്ക് നോക്കാം. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ടു എസ്റ്റിമേറ്റ് റിലയബിലിറ്റി. റിലയബിലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. ഇതിൽ സംഭവിക്കുന്നത് എന്താ? ഇറ്റ് ഇൻവോൾവ്സ് അഡ്മിനിസ്ട്രിങ് ദ സെയിം ടെസ്റ്റ് ടു ദ സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അറ്റ് 2 ഡിഫറെന്റ് ടൈം പോയിന്റ്സ്. ഒരേ മനുഷ്യന്മാര്, ഒരേ ടീമാണ്, ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സെയിം ടെസ്റ്റ് ആണ്. ഇവർ രണ്ടുപേർക്കും ഒരേ ടീം തന്നെയാണ്, രണ്ട് സമയത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവർക്ക് സെയിം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. അങ്ങനെയാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി നമ്മൾ കണ്ടക്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു പർപ്പസ് എന്താ? The main purpose of test retest reliability is that the goal is to measure the consistency of the test result over time. If a test is reliable, people should get similar scores when they take the test again. അതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. പ്രധാനപ്പെട്ട പർപ്പസ് നമുക്ക് എന്ത് വേണം? ഒരു ഓവർ ദ ടൈം ആൻസറിൽ, മെഷർമെന്റിൽ, റിസൾട്ടിൽ കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് നമ്മൾ ആ ഒരു കാര്യം നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് പീപ്പിൾ ഷുഡ് ഗെറ്റ് സിമിലർ സ്കോർസ് വെൻ ദേ ടേക്ക് ദ ടെസ്റ്റ് അഗെയിൻ. വീണ്ടാമതും ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എങ്ങനത്തെ റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുക? സിമിലർ റിസൾട്ട്, സിമിലർ സ്കോർസ് തന്നെയായിരിക്കും ഉണ്ടാകുക. അതാണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റിയുടെ ഒരു പർപ്പസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. we have to measure the consistency of the test result. അതാണ്. പിന്നെ ടൈം ഗ്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the time gap between the two administrations is crucial. A short gap usually results in a high correlation while a longer gap might lead to lower correlation. അത് സ്വാഭാവികമാണ്. ഒരു കുറഞ്ഞ ടൈം സ്പാൻ മാത്രമല്ലെങ്കിൽ രണ്ട് റിസൾട്ടിൻ്റെയും കോറിലേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. അതേസമയത്ത് ഭയങ്കര ഒരു ലോങ് ഗ്യാപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാകും? റിസൾട്ടിൽ ഒരു കോറിലേഷൻ, റിസൾട്ടിൻ്റെ കോറിലേഷനിൽ അതിൻ്റെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ മറ്റേതിൻ്റെ അത്ര ഒരു ഹൈ ആയിരിക്കുമല്ലോ, കുറച്ച് ലോ ആയിരിക്കും. എന്താണ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ? This method has limitations including the possibility of a memory effect, practice effect, and potential absenteeism during retest. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു ലിമിറ്റേഷൻ ഒന്നാമതായിട്ട് പറഞ്ഞത് മെമ്മറി എഫക്റ്റ്. മെമ്മറി എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
സബ്ജക്ട്സ് റിമെമ്പറിങ് ദെയർ പ്രീവിയസ് ആൻസേഴ്സ്. ഒരു ടെസ്റ്റ് ആദ്യം അറ്റൻഡ് ചെയ്തു, രണ്ടാമതും കുറച്ച് ടൈം വേണ്ടി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല ആൻസേഴ്സും അവരെന്താകും, അവരുടെ ഓർമ്മയിലുണ്ടാകും. ദേ ഷുഡ് റിമെമ്പർ സംതിങ്, സം പ്രീവിയസ് ആൻസേഴ്സ്. അതൊന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആണ്. പ്രാക്ടീസ് എഫക്റ്റ് സ്വാഭാവികമാണ്. സ്കോർസ് ഇംപ്രൂവിങ് വിത്ത് റിപ്പീറ്റഡ് ടെസ്റ്റിംഗ്. ചിലപ്പോൾ ടെസ്റ്റിംഗ് രണ്ടാമതും ഒരു ടെസ്റ്റ് സെയിം ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള, കാരണം പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊരു ഒരു വിഷയമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ആബ്സെന്റീസം, ഒരു രണ്ടാമതും ഒരു സെയിം ടെസ്റ്റ് നടത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തരം ആബ്സെന്റീസം. ആബ്സെന്റീസം എന്ന് പറഞ്ഞാൽ ഒരു തരം, എന്താ അതിന് പറയാ, നല്ല മലയാളം എന്താ പറയാ, ഒരു ആബ്സെന്റ് ആവാന്നൊക്കെ പറയില്ല, ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറയില്ല, ആ ഒരു കൈൻഡ് ഓഫ് സംഗതി വരാൻ സാധ്യത ഉണ്ട്. രണ്ടാമത്തെ ഒരു കൈൻഡ് ഓഫ് റിലയബിലിറ്റി ടെസ്റ്റ് ആണ് പാരലൽ ഫോംസ് റിലയബിലിറ്റി. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെയും ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അൾട്ടർനേറ്റീവ് ഫോംസ് റിലയബിലിറ്റി എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് മെത്തേഡ് കമ്പയർസ് ടു ഡിഫറെന്റ് ബട്ട് ഇക്വലന്റ് ഫോംസ് ഓഫ് ടെസ്റ്റ് ദാറ്റ് മെഷർ ദ സെയിം അട്രിബ്യൂട്ട്. ഒരേ അട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യുന്ന രണ്ട് ഇക്വലന്റ് ആയിട്ടുള്ള, തുല്യമായിട്ടുള്ള രണ്ട് ഫോമുകൾ. ഇതെന്താ ചെയ്യുന്നത്, രണ്ട് തുല്യമായ ഇക്വലന്റ് ആയിട്ടുള്ള ഫോമുകൾ ഒരേ അട്രിബ്യൂട്ടിനെ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് നമ്മൾ ഒരു ടീമിൽ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഇറ്റ് assesses the how consistent the result are between these two forms. If both forms are reliable, performance should be similar. ഇവിടെ രണ്ട് കൈൻഡ് ഓഫ് ഫോംസ് നമ്മൾ എടുത്തുണ്ട്, രണ്ട് അൾട്ടർനേറ്റീവ് ഫോംസ് നമ്മളുടെ അടുത്തുണ്ട്. അത് രണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, രണ്ടും ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ രണ്ടും ഇക്വലന്റ് ആണ്, രണ്ടും മെഷർ ചെയ്യുന്നത് സെയിം അട്രിബ്യൂട്ട് തന്നെയാണ്. നമ്മൾ ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യാണ്, ഇതിന്റെ റിസൾട്ടുകൾ തമ്മിലാണ് കമ്പാരിസൺ നടത്തുന്നത്. ശരിക്കും ഈ രണ്ട് ഫോമിന്റെയും റിസൾട്ടുകൾ സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾക്കത് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റും. ഉദാഹരണം ടൈമിംഗ് നോക്കാം. ദീസ് ഫോംസ് ക്യാൻ ബി അഡ്മിനിസ്ട്രേറ്റഡ് ഓൺ ദ സെയിം ഡേ or at different times. If given a different times, the estimate of reliability includes error related to the time gap. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അടുത്ത റിഗറസ് അസസ്മെന്റ് എന്നുള്ളൊരു കാര്യം. പാരലൽ ഫോംസ് പ്രൊവൈഡ് എ റിഗറസ് അസസ്മെന്റ് ഓഫ് റിലയബിലിറ്റി ബട്ട് ആർ ലെസ് കോമൺലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ് ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ചലഞ്ചിങ് to develop two equivalent forms of test and retest and retest the same group of individuals. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും രണ്ട് ഇക്വലന്റ് ആയിട്ടുള്ള, ഒരേ കാര്യം മെഷർ ചെയ്യാൻ രണ്ട് ഒരേപോലെയുള്ള സിമിലർ, നമ്മൾ ടെസ്റ്റ് റീടെസ്റ്റ് ഉള്ളതുപോലെ ഒരേ ടെസ്റ്റിനെ രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്യല്ല, നേരെ മറിച്ച് ഒരേ അട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യുന്ന രണ്ട് കൈൻഡ് ഓഫ് ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ റിസൾട്ടുകൾ തമ്മിലാണ് നമ്മൾ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ കുറച്ച് മനക്കെടുണ്ട്, നമ്മൾ രണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, രണ്ട് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയാണ്, കാരണം ഇത് വല്ലാണ്ട് എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡും അല്ല. പക്ഷെ ഇതിന്റെ ഒരു ഒരു സവിശേഷത നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാരലൽ ഫോംസ് നമ്മൾക്ക് ഒരു റിഗറസ് അസസ്മെന്റ് ഓഫ് റിലയബിലിറ്റിക്കൊക്കെ പറ്റുന്ന ഒരു പരിപാടിയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, കാരണം പെട്ടെന്ന് തന്നെ ഒരേ ദിവസം തന്നെ രണ്ട് ടൈമിലായിട്ട് കൊടുക്കാം, പെട്ടെന്ന് കൊടുക്കാം, കാരണം രണ്ട് കൈൻഡ് ഓഫ് സാധനങ്ങളാണ്, ഇക്വലന്റ് ആണെങ്കിൽ രണ്ട് കൈൻഡ് ഓഫ് സാധനങ്ങളാണ്, രണ്ട് അൾട്ടർനേറ്റീവ് ഫോംസ് തന്നെ നമ്മളുടെ കയ്യിലുണ്ട്. അതാണ് പാരലൽ ഫോംസ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു രീതിയാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. സ്പ്ലിറ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് കിടക്കുന്നുണ്ട്, പകുതിയാക്കിയിട്ട് തിരിക്കുക അല്ലേ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് randomly dividing items measuring the same construct into two tests. The complete instrument is administered to a sample of people and total scores are calculated for each half. Split half reliability in the correlation between two scores. Limitation: if
may be less reliable with shorter test and is more suitable for longer test. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐറ്റംസിനെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ റാൻഡംലി രണ്ട് സെയിം സെറ്റുകളായിട്ട് ടു സെറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആകുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരിക്കും. ആ ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റാൻഡംലി രണ്ട് സെറ്റ് ആക്കിയിട്ട് തിരിക്കുകയാണ്. The complete instrument is administered to the sample of people and total scores are calculated for each half. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു രണ്ട് സെറ്റ് ആക്കിയിട്ട് തിരിച്ച സാധനം നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റിനെ ഒരു സാമ്പിൾ ഓഫ് പീപ്പിളിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം ഇതിന്റെ രണ്ടിന്റെയും സ്കോറുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് അവിടെ വരുന്ന ഒരു കാൽക്കുലേഷന്റെ ഒരു പരിപാടി. ഈ രണ്ട് ടെസ്റ്റ് സ്കോറിൽ രണ്ട് സെറ്റിന്റെ സ്കോറിലും കോറിലേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഈ ഒരേ ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ റാൻഡംലി രണ്ട് സെറ്റുകളായിട്ട് ഈക്വൽ സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഒരേ ടീമിൽ ഒരേ സാമ്പിൾ ഓഫ് പീപ്പിൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ആ രണ്ട് ഹാഫിന്റെയും ആ സ്പ്ലിറ്റ് ചെയ്ത രണ്ട് ഹാഫിന്റെയും സ്കോഴ്സ് തമ്മിൽ കോറിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, അവിടെ ഒരു റിലയബിലിറ്റി ഉണ്ട് എന്ന് പറയാം. അതാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റിയിൽ വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്താണ് സംഭവിക്കുക വെച്ചാൽ ഇറ്റ് മേ ബി ലെസ് റിലയബിൾ വിത്ത് ഷോർട്ടർ ടെസ്റ്റ് ആൻഡ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ലോങ്ങർ ടെസ്റ്റ്. വളരെ കുറഞ്ഞ ഒരു ഷോർട്ടർ ആയിട്ടുള്ള ടെസ്റ്റുകളാണെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി അത്ര അപ്ലിക്കബിൾ ആവില്ല. മോർ സ്യൂട്ടബിൾ ഫോർ ലോങ്ങർ ടെസ്റ്റ്, ഒരുപാട് ഐറ്റംസ് ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് ടെസ്റ്റുകളാണെങ്കിൽ നമുക്ക് അവിടെ സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിരിക്കും. ഇനി കൂഡർ റിച്ചാർഡ്സൺ എസ്റ്റിമേറ്റ് ഓഫ് റിലയബിലിറ്റി ആണ് പറയാനുള്ളത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ്, ഇറ്റ് ഹെൽപ്സ് us measure how reliable a test or survey is. In other words, how consistent the results are likely to be. എല്ലാത്തിലും പറയാനുള്ള കാര്യം തന്നെയാണ്. എല്ലാത്തിലും ചെക്ക് ചെയ്യുന്നത് ഒരു ടെസ്റ്റിന്റെ കൺസിസ്റ്റൻസി എത്രത്തോളം ഉണ്ട്. ടെസ്റ്റ് റിസൾട്ടുകളുടെ ഇപ്പോ നേരത്തെ പറഞ്ഞ 3-4 മെത്തേഡുകളിലും ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു? ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് ടെസ്റ്റ് റീടെസ്റ്റ് അല്ലേ. ഒരേ സാധനം രണ്ട് വ്യത്യസ്ത ടൈമുകളിൽ ഒരേ ടീമിൽ അണ്ടർ സെയിം കണ്ടീഷൻസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് consistent results we can say that the test is reliable. Okay, രണ്ടാമത്തെ സാധനം ഏതായിരുന്നു? പാരലൽ ഫോംസ്. പാരലൽ ഫോംസ് എന്ന് പറയുമ്പോൾ ഇവിടെ അൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടായിരിക്കും. ഒരേ അട്രിബ്യൂട്ടിനെ മെഷർ ചെയ്യുന്ന അൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ടായിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ട് കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, അവിടെ റിലയബിലിറ്റി ഉണ്ട് എന്ന് പറയാം. മൂന്നാമത് പറഞ്ഞത് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. ഇവിടെ എന്താ പറഞ്ഞത്, ഐറ്റംസിനെ നമ്മൾ രണ്ട് സെറ്റ് ആക്കിയിട്ട് റാൻഡംലി രണ്ട് സെറ്റ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആ രണ്ട് സെറ്റുകളുടെ റിസൾട്ടിനിടയിൽ ഒരു കോറിലേഷൻ ഉണ്ടെങ്കിൽ, ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്ന് പറയാൻ പറ്റും. അവിടെ റിലയബിലിറ്റി ഉണ്ടെന്ന് പറയും. ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞ പേരാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. ഇനി ഇവിടെ വരാണെങ്കിലും കൂഡർ റിച്ചാർഡ്സൺ എസ്റ്റിമേറ്റ് ഓഫ് റിലയബിലിറ്റിയിലും ഇതിന്റെയും ഉദ്ദേശം തന്നെയാണ് how consistent the results are likely to be. എത്ര കൺസിസ്റ്റന്റ് ആണ് റിസൾട്ടുകൾക്കിടയിൽ, എത്ര കൺസിസ്റ്റൻസി ഉണ്ട്, എത്ര സിമിലാരിറ്റി ഉണ്ട്, എത്ര പൊരുത്തം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെയും നമ്മൾ നോക്കുന്നത്. ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ ഐറ്റം ഡിഫിക്കൽറ്റി, അതിന്റെ ബേസിലാണ് പ്രധാനമായിട്ടും വരിക. ദിസ് മെത്തേഡ് ലുക്സ് അറ്റ് ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ട് ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ ദ ടെസ്റ്റ് ഈസ്. For each question it checks how many people got it right and how many got it wrong. Number of items, it considers how many questions are in the test. Variance of scores, it looks at the spread and variability of the scores. എനിക്ക് ഈ കൂഡർ റിച്ചാർഡ്സൺ എസ്റ്റിമേറ്റ് ഓഫ് റിലയബിലിറ്റി അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഫോർമുലയൊക്കെ വരുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സ്ലൈഡ് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. മൊബൈലിൽ ചെറിയൊരു ഹാങ് കാരണം അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി വരെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് പരിഗണിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂഡർ റിച്ചാർഡ്സൺ എസ്റ്റിമേറ്റ് ഓഫ് റിലയബിലിറ്റി മുതലുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ.
I think that's enough for today. നമ്മൾ വാലിഡിറ്റിയും റിലയബിലിറ്റിയാണ് പറഞ്ഞിരുന്നത്. സൈക്കോളജിയിലെ റിസർച്ചിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റുകളാണ്. നമ്മൾ ഈ റിലയബിലിറ്റിയുടെ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ എപ്പോഴും ഓർത്തുവെക്കാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസി ഇൻ ദ മെഷർമെന്റ്. വാലിഡിറ്റിന്റെ ഒരു ഡെഫിനേഷൻ എപ്പോഴും ഓർത്തുവെക്കാൻ പറ്റുക. ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് intends to measure അല്ലെങ്കിൽ claims to measure. നമ്മൾ പറഞ്ഞു റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പല വഴികളുണ്ട്, അതേപോലെ തന്നെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാനും പല വഴികളുണ്ട്. റിലയബിലിറ്റിയിൽ നമ്മൾ 3-4 മെത്തേഡുകൾ ഇപ്പോൾ നോക്കി. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്. മറ്റൊന്ന് പറഞ്ഞത് പാരലൽ ഫോം മെത്തേഡ്. അതിനുശേഷം പറഞ്ഞത് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് next class, tomorrow we can discuss. Tomorrow I think hopefully we can complete the first block. നാളെ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്.